മദർ തെരേസയെക്കുറിച്ച് 1997 ഇറങ്ങിയൊരു സിനിമയുണ്ട്, മദർ തെരേസ ഇൻ ദ നെയിം ഓഫ് ഗോഡ്സ് പൂവർ എന്ന് പറഞ്ഞിട്ട്. അതിൽ മദർ തെരേസ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ കൂടുതൽ സമയവും പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ മദർ തെരേസ ഡിസ്റ്റർബ്ഡാണ്. കാരണം താൻ ജീവിക്കുന്ന സൗകര്യമുള്ള ചുറ്റുപാട്, പക്ഷെ കുറേ അധികം പാവപ്പെട്ടവർക്ക് ഇതൊക്കെ ഡിനൈ ചെയ്യപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ മദർ തെരേസ ഇത് സുപ്പീരിയറിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുപ്പീരിയർ പറഞ്ഞു, മദർ ഒരു കാര്യം ചെയ്യും, ഒരു ധ്യാനത്തിന് പോകും. അങ്ങനെയാണ് ഡാർജിലിങ്ങിലേക്ക് ധ്യാനത്തിന് പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. കൂടി ഒരു യങ്ങായിട്ടുള്ള സിസ്റ്ററുണ്ട്. അപ്പോൾ ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സാണ് യാത്ര ചെയ്യുന്നത്. വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ട്രെയിനിൽ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ കൂടെയുള്ള യങ് സിസ്റ്റർ ആണെങ്കിൽ വലിയ എക്സൈറ്റഡ് ആണ്. അവരാദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. വലിയ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മദർ കംപ്ലീറ്റ്ലി വേറൊരു വേൾഡിലാണ്. അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും ഈ യങ്ങായിട്ടുള്ള സിസ്റ്റർ ഉറങ്ങുകയാണ്. അപ്പോൾ മദർ തെരേസ ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് 3rd ക്ലാസ്സിലേക്ക് കയറുകയാണ്. അവിടെയാണെങ്കിൽ നിറച്ച് മനുഷ്യരാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ ഇടയിൽ ഇപ്പോൾ നിൽക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സിലെ അറ്റൻഡർ യങ്ങായിട്ടുള്ള സിസ്റ്ററോട് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർ അപ്പുറത്താണ്. അപ്പോൾ ഒരു ഓടി വരും. ആ സിസ്റ്റർ ഓടി വന്ന് നോക്കുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ 3rd ക്ലാസ്സിൽ ഈ മുഷിഞ്ഞ വേഷം ഇട്ട ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറയും, സിസ്റ്റർ എന്ത് പണിയാണ് കാണിച്ചേ? അപ്പോൾ മദർ പറയും, സിസ്റ്റർ ഇത് കംപ്ലീറ്റ്ലി വേറൊരു വേൾഡ് അല്ലേ സിസ്റ്റർ, നിങ്ങൾ എന്ത് ബോധക്കേടായി പറയുന്നത്? ആൾക്കാരെന്ത് പറയും? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നു, ഈശോ ജനക്കൂട്ടത്തിനിടയിലാണ്, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈശോയുടെ അമ്മയും സഹോദരങ്ങളും വരുന്നത്. എന്തിനാണ് വരുന്നത്? അവന് സുബോധം നഷ്ടപ്പെട്ടു എന്നവർ കേട്ടിട്ട് അവനെ പിടിച്ചുകൊണ്ട് വരാൻ വരാം. അപ്പോൾ ഈശോ പറയുന്നത് എന്താ? ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ അമ്മയാണ്. അപ്പോൾ ഈശോ ഒരു പുതിയ ഫാമിലിയെക്കുറിച്ചാണ് പറയുക, പുതിയൊരു വേൾഡിനെ കുറിച്ചാണ് പറയുക. അത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അകത്തുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ വേൾഡും ഗോസ്പലിൻ്റെ വേൾഡും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഈ ലോകത്ത് നിന്നിട്ട് നമുക്ക് ഗോസ്പലിൻ്റെ വേൾഡ് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിലേ എന്തോരം മദർ തെരേസമാർ ഈ ലോകത്തുണ്ടാകുമായിരുന്നു.